ഇനി നമുക്കൊരു നാരങ്ങാക്കറി വെച്ചാലോ. നാരങ്ങാക്കറി എന്ന് പറയുന്നത് നാരങ്ങ അച്ചാറിനാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളുടെ ഗണപതി നാരങ്ങ എന്നറിയപ്പെടുന്ന നാരങ്ങ. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് എങ്ങനെ അച്ചാർ ഉണ്ടാക്കാമെന്ന് നോക്കാം. കാരണം ഇത് കയ്പുള്ള നാരങ്ങയാണ്, ഭയങ്കര കയ്പാണ്. ഇത് ശ്രദ്ധിച്ച് വച്ചില്ല എന്നുണ്ടെങ്കിൽ അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ച് വേണം ഇതുകൊണ്ട് നാരങ്ങ അച്ചാർ ഉണ്ടാക്കാനായിട്ട് നമുക്ക്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അവൻ്റെ 2 സൈഡും 4 സൈഡും ഒക്കെ ഉള്ള പുറന്തോടും മൊത്തം അങ്ങോട്ട് ചെത്തി മാറ്റാം. അതിനുശേഷം അടുത്ത പരിപാടിയിലേക്ക് പോവാം. കുരുവൊക്കെ അങ്ങോട്ട് പൂർണ്ണമായിട്ടും മാറ്റണം കേട്ടോ, ഇല്ലെങ്കിൽ ഭയങ്കര കയ്പായിരിക്കും. അപ്പോൾ കുരു മാത്രമല്ല, ഈ നാരങ്ങയ്ക്ക് തന്നെ കയ്പുള്ള നാരങ്ങയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. പിന്നെ കുരുവും കൂടെ ഉണ്ടെങ്കിൽ പറയാൻ വേണ്ട. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ കുരുവിനെയൊക്കെ മൊത്തം മാറ്റിയിട്ട് നമ്മളുടെ നാരങ്ങ അച്ചാറുണ്ടല്ലോ, വടുകപ്പുളി നാരങ്ങയൊക്കെ വെക്കുന്ന പോലെ തന്നെ ചെറുതായിട്ട് അങ്ങോട്ട് അരിഞ്ഞെടുക്കുക. അതിനുശേഷം നമുക്ക് എങ്ങനെയാണ് അത് ഉണ്ടാക്കണമെന്നുള്ളത് നോക്കാം. കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് മുഴുവനും അരിഞ്ഞിട്ട് വരാം, എന്നിട്ട് കാണാം. അപ്പോൾ ബാക്കി അരിയുന്നതിന് മുമ്പ് ഒരു പരിപാടി ഉണ്ട് കേട്ടോ. നമുക്ക് കുറച്ചധികം പുളി എടുത്തിട്ട് വെള്ളത്തിലിട്ട് വെക്കണം. അത്രയും പോരാ, കുറച്ചും കൂടെ പുളി ഞാൻ അതിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ. നല്ലപോലെ പുളി വേണം. അപ്പോൾ പുളി എടുത്ത് ഒന്ന് കുതിരാനൊക്കെ ഇട്ട് വയ്ക്കാം. അതിന് ശേഷം നമുക്ക് അരിയാനായിട്ട് തുടങ്ങാം. പിന്നെ അതിന് മുമ്പ് അതിലേക്ക് വേണ്ട ഒരു 5-6 പച്ചമുളകും കൂടെ നമുക്ക്, അല്ലെങ്കിൽ കാന്താരി മുളക് ഉണ്ടെങ്കിൽ കാന്താരി മുളക് ചേർക്കാം കേട്ടോ. അരിഞ്ഞു വയ്ക്കാൻ ചെറുതായിട്ട്. ഇത്രയും ചെയ്ത് വെച്ചിട്ട് അരിയാൻ തുടങ്ങിയാൽ പെട്ടെന്ന് തന്നെ പിന്നെ ഉണ്ടാക്കാമല്ലോ, അധികം നേരം വച്ചുകൊണ്ടിരിക്കണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ അരിയൽ അവിടെ വെച്ച് നിർത്തിയിട്ട് അതിനിടയ്ക്ക് പോയി ഇടയ്ക്കിട്ടൊരു പണി എടുക്കാൻ പോയത്. അപ്പോൾ ആ പണിയെല്ലാം കഴിഞ്ഞു. ഇനി വീണ്ടും നമ്മളുടെ ബാക്കി നാരങ്ങയുടെയും കുരുവെല്ലാം കളഞ്ഞിട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞ പോലെ തന്നെ അരിഞ്ഞിട്ട് വരാം. നമ്മൾ അരിഞ്ഞു വെച്ച നാരങ്ങയും പുളിവെള്ളവും പച്ചമുളകും എല്ലാം അടുപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് വേണ്ടത് ഉണ്ടാക്കാനായിട്ടുള്ള പാത്രമാണ് വേണ്ടത്. അപ്പോൾ ആ പാത്രം എടുത്തുകൊണ്ട് വരാം. പിന്നെ കുറച്ച് സാധനങ്ങളും കൂടെ വേണം കേട്ടോ. അതൊക്കെ നമുക്ക് ആ സമയത്ത് കാണാൻ എന്താ വേണ്ടതെന്നുള്ളത്. ഞാനൊന്ന് പാത്രം എടുത്തിട്ട് ഓടി വരാം. ഇതാ പാത്രം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ചീനച്ചട്ടി ചൂടായി വരട്ടെ. അപ്പോഴേക്കും വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമ്മുടെ പച്ചമുളകിന് ഇട്ട് കൊടുക്കുക, കരിവേപ്പില ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഈ അച്ചാറിന് സ്പെഷ്യലാണ് മഞ്ഞൾപ്പൊടി കുറച്ചിടുക. പിന്നെ നമ്മളുടെ എരിവിന് ആവശ്യത്തിനുള്ള ബാക്കി മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. ഇതെല്ലാവരും കൂടി ചേർന്ന് അങ്ങനെ നമ്മുടെ മൂത്ത് വരുന്ന സമയത്ത് നമ്മുടെ പുളി വെള്ളത്തിന് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. അങ്ങനെ അതൊരു 10 മിനിറ്റ് തിളച്ചൊന്ന് കുറുകി വരുന്ന സമയത്ത് ഇതാ നല്ലപോലെ ശർക്കരയുണ്ട്. ഇത് 100-200 ഗ്രാം കാണണം. അത് ശർക്കര എത്രയും മുന്നിട്ട് വെക്കണോ പുളിയും, അതാണ് ഈ അച്ചാറിൻ്റെ ടേസ്റ്റ്. അപ്പോൾ ആ ശർക്കരയും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആ വെള്ളത്തിൽ കിടന്ന് ശർക്കരയും കൂടി ചേർന്ന് ഇങ്ങോട്ട് അരിഞ്ഞ് നല്ലപോലെ ഉരുകി വരുന്ന സമയത്ത് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ ഗണപതി നാരങ്ങ കുട്ടിയെ അങ്ങോട്ട് ഇട്ട് കൊടുത്ത് ഇളക്കാം. ഇനി ഇവരെ ഒന്ന് ഇളക്കി വെച്ചിട്ട് നല്ലപോലെ തിള വരുമല്ലോ, ആ തിള വരുന്ന സമയത്ത് നമുക്ക് ഓഫാക്കാം. അത്രേ ആവശ്യമുള്ളൂ. നമ്മളുടെ ഗണപതി നാരങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടമായ അഭിപ്രായങ്ങൾ അറിയിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് വേറെ ഒരുപാട് വീഡിയോകളൊക്കെ നമ്മുടെ ഉണ്ട്, അതെല്ലാം ഒന്ന് പോയി കണ്ടിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണേ.